ദി കൗൺസിൽ എന്ന ഹൈ പ്രൊഫൈൽ ടോക്ക് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഹരീഷ് മഹാദേവൻ, IPRലും ക്രിമിനൽ ലോയിലും സ്പെഷ്യലൈസ് ചെയ്യുന്നു. നിയമപരമായ വസ്തുതകൾ ചർച്ച ചെയ്യുന്നതിനും സംശയങ്ങൾ തീർക്കുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റുകയും തീവ്രമായ സംവാദങ്ങൾക്ക് തുടക്കമിടുകയും പല കേസുകളിലും പൊതുജനങ്ങൾക്കിടയിൽ യഥാർത്ഥ ഭയം സൃഷ്ടിക്കുകയും ചെയ്ത ഒരു വിഷയം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പലപ്പോഴായി പലരുടെയും ക്യാമറയിൽ കിട്ടിയിട്ടുള്ളതാണ്. അതായത് പലരുടെയും നേരിട്ടുള്ള അനുഭവങ്ങളാണ് ഇതൊക്കെ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റുകൾ, മെസ്സേജിംഗ് ഗ്രൂപ്പുകൾ എന്നിവയിലുടനീളം നമ്മൾ തനിച്ചല്ലെന്ന് അവകാശപ്പെടുന്ന ഉള്ളടക്കത്തിൻ്റെ വിതരണം വർദ്ധിച്ചു വരികയാണ്. നമുക്ക് കാണാൻ കഴിയുന്നതും സ്പർശിക്കാൻ കഴിയുന്നതും വിശദീകരിക്കാൻ കഴിയുന്നതും നമ്മൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. നിങ്ങൾ എല്ലാ ദിവസവും ആളുകൾക്കിടയിൽ നടക്കുന്നു. തിരക്കേറിയ തെരുവുകളിൽ, നിശബ്ദമായ അയൽപ്പക്കങ്ങളിൽ, ബസ്സുകളിലും ട്രെയിനുകളിലും ജോലിസ്ഥലങ്ങളിലും വീടുകളിലും നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നമ്മെപ്പോലെയാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു. ചിന്തിക്കുക, അനുഭവിക്കുക, അവരുടെ സ്വന്തം സാധാരണ ജീവിതം നയിക്കുക. എന്നാൽ അത് എല്ലായ്പ്പോഴും സത്യമല്ലെങ്കിലോ? ചില ആളുകൾ പൂർണ്ണമായും നിയന്ത്രണത്തിലല്ലെങ്കിൽ പരിചിതമായ മുഖങ്ങൾക്ക് പിന്നിൽ മറ്റ് പലതും ഒളിച്ചു വെച്ചാൽ പോലും അവർ അറിയാതെ തന്നെ ചില സന്ദർഭങ്ങളിൽ പുറത്തു വന്നേക്കാം. ആളുകളെ പെട്ടെന്ന് ആകർഷിക്കുന്ന, എന്നാൽ സത്യമാണോ എന്ന് ഇപ്പോഴും വിശ്വസിക്കാത്ത ചില വാക്കുകളാണ് അമാനുഷിക ശക്തി, അവിശ്വസനീയമായ പ്രവൃത്തികൾ എന്നിവ. ചിലർ അത് കേട്ട് ചിരിക്കുന്നു, ചിലർ അതിനെ ഭയക്കുന്നു, ചിലർ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വിസമ്മതിക്കുന്നു. എന്നാൽ നൂറ്റാണ്ടുകളിലുടനീളം, ഭൂഖണ്ഡങ്ങളിലുടനീളം പരസ്പരം കണ്ടുമുട്ടിയിട്ടില്ലാത്ത സംസ്കാരങ്ങളിലുടനീളം അതേ കഥകൾ തുടർന്നും പ്രത്യക്ഷപ്പെടുന്നു. വ്യത്യസ്ത പേരുകൾ, വ്യത്യസ്തമായ വിശദീകരണങ്ങൾ, എന്നാൽ അതേ അടിസ്ഥാന അനുഭവം. ഒരു മനുഷ്യൻ തിരിച്ചറിയാൻ കഴിയാത്ത ഒന്നായി മാറുന്നു. നിങ്ങൾ അത് വിശ്വസിക്കേണ്ടതില്ല. വാസ്തവത്തിൽ പലരും അത് ചെയ്യുന്നില്ല. എന്നാൽ എന്തെങ്കിലും നിലനിൽക്കണമെങ്കിൽ വിശ്വാസം ഒരിക്കലും ഒരു ആവശ്യമായി വന്നിട്ടില്ല. അത് ഒരിക്കലും നാടകീയമായി ആരംഭിക്കുന്നില്ല. ഒരു വ്യക്തി അല്പം വ്യത്യസ്തനാകുന്നു, പക്ഷേ അവർ അസാധാരണമായി നിശബ്ദരായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് സ്വാഭാവികമായി തോന്നുന്ന വിധത്തിൽ വൈകാരികമായി അകന്നു നിൽക്കുക. അവർ പോലും അറിയാതെ ആദ്യം അവർക്ക് ചുറ്റുമുള്ള ആളുകൾ അത് നിരസിക്കുന്നു. ഒരുപക്ഷെ അവർ സമ്മർദ്ദത്തിലായിരിക്കാം, ഒരുപക്ഷെ അവർ തളർന്നിരിക്കാം, ഒരുപക്ഷെ എന്തോ അവരെ അസ്വസ്ഥരാക്കുന്നുണ്ടാകാം. ലളിതമായ വിവരണങ്ങൾ, ആശ്വാസകരമായ വിശദീകരണങ്ങൾ, എന്നാൽ പിന്നീട് അത് തുടരുന്നു. മാറ്റങ്ങൾ കുറയുന്നില്ല. സാഹചര്യവുമായി പൊരുത്തപ്പെടാത്ത വിധത്തിൽ വ്യക്തി അറിയാതെ പ്രതികരിക്കാൻ തുടങ്ങുന്നു. ചെറിയ കാര്യങ്ങൾ കടുത്ത കോപത്തിന് കാരണമാകുന്നു. സാധാരണ സംഭാഷണങ്ങളിൽ പിരിമുറുക്കം അനുഭവപ്പെടുന്നു. അവരുടെ പ്രവൃത്തികൾ അവരുടെ വാക്കുകളുമായി പൊരുത്തപ്പെടുന്നില്ല.
പതുക്കെ ആളുകൾ കൂടുതൽ ആഴത്തിലുള്ള എന്തെങ്കിലും ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അത് വെറും പെരുമാറ്റമല്ല, മറ്റെന്തിൻ്റെയോ സാന്നിധ്യം അവർക്ക് ചുറ്റുമുള്ളതായി തോന്നുന്നു. യുക്തിപരമായി വിശദീകരിക്കാൻ കഴിയാത്ത ഒരു അസ്വസ്ഥത. ആശ്വാസകരമായ വിശദീകരണങ്ങൾ, എന്നാൽ പിന്നീട് അത് തുടരുന്നു. മാറ്റങ്ങൾ കുറയുന്നില്ല. സാഹചര്യവുമായി പൊരുത്തപ്പെടാത്ത വിധത്തിൽ വ്യക്തി അറിയാതെ പ്രതികരിക്കാൻ തുടങ്ങുന്നു. ചെറിയ കാര്യങ്ങൾ കടുത്ത കോപത്തിന് കാരണമാകുന്നു. സാധാരണ സംഭാഷണങ്ങളിൽ പിരിമുറുക്കം അനുഭവപ്പെടുന്നു. അവരുടെ പ്രവൃത്തികൾ അവരുടെ വാക്കുകളുമായി പൊരുത്തപ്പെടുന്നില്ല. പതുക്കെ ആളുകൾ കൂടുതൽ ആഴത്തിലുള്ള എന്തെങ്കിലും ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അത് വെറും പെരുമാറ്റമല്ല, മറ്റെന്തിൻ്റെയോ സാന്നിധ്യം അവർക്ക് ചുറ്റുമുള്ളതായി തോന്നുന്നു. യുക്തിപരമായി വിശദീകരിക്കാൻ കഴിയാത്ത ഒരു അസ്വസ്ഥത. നിങ്ങൾ അവരുടെ അടുത്ത് ഇരിക്കുകയും അസ്വസ്ഥത അല്ലെങ്കിൽ നെഗറ്റീവ് വൈബ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് അവരോട് സംസാരിക്കുകയും അവരുടെ കണ്ണുകളിലേക്ക് നോക്കുകയും ചെയ്യുമ്പോൾ അസാധാരണമായ എന്തോ ഒന്ന് അനുഭവപ്പെടുന്നു. അല്ലെങ്കിൽ അതിലും മോശമായി മറ്റെന്തെങ്കിലും ഉണ്ട്. മുഖഭാവം, ചിലപ്പോൾ കണ്ണ്, കഴുത്ത് അല്ലെങ്കിൽ വായിൽ വരുന്ന വ്യത്യാസങ്ങൾ. ചില ഘട്ടങ്ങളിൽ സൂക്ഷ്മമായ മാറ്റങ്ങൾ സൂക്ഷ്മമായിരിക്കില്ല. അവ അവഗണിക്കുക അസാധ്യമായി തീരുന്നു. ശബ്ദം മാറുന്നു. സ്വരം മാത്രമല്ല, ആഴം, താളം, ഉദ്ദേശം എല്ലാം മാറുന്നു. വാക്കുകൾ ഒരേപോലെ തോന്നിയേക്കാം, പക്ഷേ അവ സംസാരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. അവയ്ക്ക് പിന്നിലെ അർത്ഥം മാറിയതുപോലെ. കണ്ണുകളും മാറുന്നു. ഈ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആളുകൾ പലപ്പോഴും അതിനെ അതേ രീതിയിൽ വിവരിക്കുന്നു. കണ്ണുകൾക്ക് മനുഷ്യനായി തോന്നിയില്ല. ഇത് നിങ്ങൾക്ക് അളക്കാൻ കഴിയുന്ന ഒന്നല്ല, എന്നാൽ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് അനുഭവപ്പെടുന്ന ഒന്നാണ്. പിന്നെ ആളുകൾ ഒരിക്കലും മറക്കാത്ത നിമിഷങ്ങൾ വരുന്നു. പെട്ടെന്നുണ്ടാകുന്ന പൊട്ടിത്തെറികൾ, അനിയന്ത്രിതമായി തോന്നുന്ന ചലനങ്ങൾ, വ്യക്തിയുടെ സാധാരണ വ്യക്തിത്വവുമായി ഒട്ടും പൊരുത്തപ്പെടാത്ത പ്രതികരണങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ മാറുന്നു. മാറിമറിഞ്ഞു പോകുന്ന ഭാവങ്ങൾ. ശാന്തനായ ഒരു വ്യക്തി അക്രമാസക്തനായി തീർന്നേക്കാം. ശാന്തനായ ഒരു വ്യക്തി കാരണമില്ലാതെ നിലവിളിക്കാൻ തുടങ്ങിയേക്കാം. സൗമ്യമായ ഒരാൾ തൻ്റെ ചുറ്റുമുള്ള എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ശക്തി പ്രകടിപ്പിച്ചേക്കാം. ആ നിമിഷങ്ങളിൽ ഒരു ചിന്ത ഒഴിവാക്കാനാകാത്തതായി മാറുന്നു. ഇത് അതേ വ്യക്തിയല്ല. ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വശം. അത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ്. പരിതസ്ഥിതിയും മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു മുറിയിൽ പ്രവേശിച്ച് ഉടൻ തന്നെ പോകാൻ തോന്നിയേക്കാം. നിങ്ങൾ കാണുന്നതെന്തും കൊണ്ടല്ല, പക്ഷേ എന്തോ കുഴപ്പം തോന്നുന്നു. ഇതിനെ പലപ്പോഴും നെഗറ്റീവ് വൈബ്സ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ആ വാചകം അനുഭവത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ല. കാരണം ഇത് കേവലം വൈകാരികമായ അസ്വസ്ഥത മാത്രമല്ല, അത് ശാരീരികമാണ്. മൃഗങ്ങൾ പോലും പ്രതികരിക്കുന്നു. നായ്ക്കൾ അസ്വസ്ഥരാകുന്നു. പൂച്ചകൾ ആ വ്യക്തിയെ ഒഴിവാക്കുന്നു. പക്ഷികൾ അപ്രതീക്ഷിതമായി പെരുമാറുന്നു. അദൃശ്യമായ എന്തോ ഒന്ന് ചുറ്റുമുള്ള എല്ലാത്തിനെയും സ്വാധീനിക്കുന്നത് പോലെയാണ് അത്. ഇവിടെയാണ് കാര്യങ്ങൾ തള്ളിക്കളയാൻ ബുദ്ധിമുട്ടുന്നത്. കാരണം ശരീരം തന്നെ മാറാൻ തുടങ്ങുന്നു. കൈകൾ അനിയന്ത്രിതമായി വിറയ്ക്കുന്നു. പേശികൾ മുറുകുകയും ക്രമരഹിതമായ പാറ്റേണുകളിൽ പുറത്തുവിടുകയും ചെയ്യുന്നു. ഭാവം മാറുന്നു. ചിലപ്പോൾ കർക്കശവും ചിലപ്പോൾ അസ്വാഭാവികമായും അയഞ്ഞതും മുഖഭാവങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നു. അതിശയോക്തിപരമായ രീതിയിലല്ല, മറിച്ച് മുഖം അപരിചിതമായി തോന്നിപ്പിക്കുന്ന സൂക്ഷ്മമായ വളച്ചൊടിക്കലുകളാണ്. ഇവ ഹ്രസ്വവും തീവ്രവും അതിശയകരവുമാണ്. സാക്ഷികളെ അമ്പരിപ്പിക്കുന്ന നിമിഷങ്ങളാണിവ. കാരണം അവർ വിശ്വാസത്തെ മാത്രം വെല്ലുവിളിക്കുന്നില്ല, അവർ
മനസ്സിലാക്കുന്നതിനെ വെല്ലുവിളിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ മിക്കവാറും എല്ലാം രേഖപ്പെടുത്താം. ഫോണുകൾ എല്ലായിടത്തുമുണ്ട്. ക്യാമറകൾ എപ്പോഴും തയ്യാറാണ്. ഇക്കാരണത്താൽ ഇതുപോലുള്ള നിമിഷങ്ങൾ എല്ലായ്പ്പോഴും ചിത്രീകരിക്കപ്പെടുന്നു. സാധാരണ വിശദീകരണത്തെ ധിക്കരിക്കുന്ന രീതിയിൽ വ്യക്തികൾ പെരുമാറുന്ന വീഡിയോകളുണ്ട്. നമ്മൾ ഇതിൽ കാണിക്കുന്ന വീഡിയോകൾ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. വേണമെങ്കിൽ പാസ് ചെയ്ത് കാണാവുന്നതാണ്. അസാധാരണമായി തോന്നുന്ന ചലനങ്ങൾ, യാഥാർത്ഥ്യത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതായി തോന്നുന്ന പ്രതികരണങ്ങൾ, വളരെ വേഗത്തിൽ മാറുന്ന ആവിഷ്കാരങ്ങൾ, നിമിഷങ്ങൾക്കുള്ളിൽ ശാന്തമായ സാഹചര്യങ്ങൾ തീവ്രമാകുന്നതായി ചില വീഡിയോകൾ കാണിക്കുന്നു. മറ്റുള്ളവർ വ്യക്തിയെ മാറിയതായി തോന്നുന്ന ദീർഘകാല അവസ്ഥകൾ പകർത്തുന്നു. സംശയാലുക്കൾ ഈ റെക്കോർഡിങ്ങുകളെ ചോദ്യം ചെയ്യുന്നു. അവർ എഡിറ്റിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്യാമറ ആംഗിൾ, സന്ദർഭം എന്നിങ്ങനെ. അതെ, ഈ ഘടകങ്ങളുണ്ട്. എന്നാൽ സംശയാസ്പദമായ ക്ലിപ്പുകൾക്കിടയിലും അനുഭവപ്പെടുന്ന നിമിഷങ്ങളുമുണ്ട്. ഒരു പക്ഷേ ഏറ്റവും കൗതുകകരമായ ഭാഗം സ്ഥിരതയാണ്. തികച്ചും വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഒരിക്കലും കണ്ടുമുട്ടാത്തവർ, ഒരേ വിശ്വാസങ്ങൾ പങ്കിടാത്തവർ സമാനമായ അനുഭവങ്ങൾ വിവരിക്കുക. ചിലർ ഇതിനെ ആത്മീയ സ്വാധീനം എന്ന് വിളിക്കുന്നു. ചിലർ ഇതിനെ ഊർജ അസന്തുലിതാവസ്ഥ എന്ന് വിളിക്കുന്നു. എന്നാൽ ലേബലുകൾ നീക്കം ചെയ്യുക. കൂടാതെ പ്രധാന അനുഭവം ശ്രദ്ധേയമായി സമാനമാണ്. അത് ഒരു ചോദ്യം ഉയർത്തുന്നു. എല്ലാം ഭാവനയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഭാവന എല്ലായിടത്തും ഒരേപോലെയാകുന്നത്? അതിന് സാക്ഷികളായവർക്ക് പൂർണ്ണമായും വിശദീകരിക്കാൻ കഴിയുന്നുമില്ല. ഈ മനുഷ്യർ യഥാർത്ഥത്തിൽ മനുഷ്യർ തന്നെയാണോ, അതോ നമ്മൾ മറ്റെന്തെങ്കിലും സാക്ഷിയാണോ? നമുക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത എന്തോ മനുഷ്യ ശരീരത്തിൽ എന്തെങ്കിലും പ്രവേശിക്കുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ ഇവ ഉയർന്നു വരുന്നുണ്ടോ? ആർക്കും ഉറപ്പോടെ ഉത്തരം നൽകാൻ കഴിയില്ല. എന്നാൽ അനുഭവങ്ങൾ തുടരുന്നു, കഥകൾ തുടരുന്നു. പിന്നെ ഓരോ തവണയും ആരെയെങ്കിലും എവിടെയെങ്കിലും അവർക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒന്നിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. അന്യഗൃഹ ജീവിതത്തിൻ്റെ പരമ്പരാഗത അർത്ഥത്തിലല്ല, മറിച്ച് ഉടനടി മനുഷ്യ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന രീതിയിലാണ് ഈ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നത്. ഈ അവകാശവാദങ്ങൾ സൂചിപ്പിക്കുന്നത് ഉരകങ്ങൾ അല്ലെങ്കിൽ റെപ്റ്റൈൽസ്, രാക്ഷസന്മാർ അല്ലെങ്കിൽ മോൺസ്റ്റേഴ്സ്, പാരാനോർമൽ ഓർ സൂപ്പർ നാച്ചുറൽ പേഴ്സൺസ്, റോബോട്ടിക് ക്ലോൺസ് അല്ലെങ്കിൽ മനുഷ്യരല്ലാത്ത ജീവികൾ നമുക്കിടയിൽ പ്രത്യക്ഷത്തിൽ മറഞ്ഞിരിക്കുന്നു. ചില സെലിബ്രിറ്റികൾ യാഥാർത്ഥ്യമല്ലെന്നും അവർക്ക് പകരം ക്ലോണുകളോ റോബോട്ടിക് പതിപ്പുകളോ ഉണ്ടെന്നും അവരുടെ രൂപത്തിലെ സൂക്ഷ്മമായ തകരാറുകൾ, അസാധാരണമായി പെരുമാറുന്ന കണ്ണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്ത പ്രതിഫലനം ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന ഒന്നിൻ്റെ തെളിവായി വർത്തിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഈ ആശയങ്ങൾ അങ്ങേയറ്റം സാങ്കല്പികമായി പോലും തോന്നിയേക്കാം. എന്നിരുന്നാലും അവയെ പ്രധാനമാക്കുന്നത് അവ സത്യമാണോ എന്നതല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകൾ അവയ്ക്ക് വിധേയരാവുകയും ചിലർ അവ വിശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നതാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവ സത്യമാണ്. പരിചിതവും തിരിച്ചറിയാവുന്നതുമായ നിങ്ങൾ എണ്ണമറ്റ തവണ കണ്ട ഒരാൾ ചിലപ്പോൾ പൊസസ്ഡ് ആയതായിരിക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. സൂക്ഷ്മമായ നിരീക്ഷണം നടത്തിയാൽ മനസ്സിലാകും. അസാധാരണമായ എന്തോ ഒന്ന് ഉണ്ട്. ഒരു കണ്ണ് മറ്റേതിനേക്കാൾ അല്പം മുമ്പ് അടയ്ക്കുന്ന രീതി, ഒരു പുഞ്ചിരി തികച്ചും യോജിക്കാത്ത രീതി, ഒരു പ്രതിഫലനം മാത്രം വൈകുന്നതായി തോന്നുന്ന രീതി. ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ എന്തു ചെയ്യും? നമ്മൾ കാണുന്നത് പൂർണ്ണമായും മനുഷ്യത്വരഹിതമാണെങ്കിലോ? ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ
സമാനമായ ക്ലിപ്പുകൾ കാണുന്നു. ഹ്രസ്വ വീഡിയോകൾ, സ്ലോ ഡൗൺ, സൂം ഇൻ, ഫ്രെയിം ബൈ ഫ്രെയിം വിശകലനം, മനുഷ്യരൂപത്തിൽ മറഞ്ഞിരിക്കുന്ന റെപ്റ്റൈൽസ്, കൃത്രിമ ക്ലോണുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ച ശക്തമായ രൂപങ്ങൾ, അദൃശ്യ ശക്തികൾ കൈവശമുള്ള വ്യക്തികൾ, സാധാരണയായി കാണപ്പെടുന്നതും എന്നാൽ ക്യാമറയിൽ പകർത്തപ്പെടുമ്പോൾ മറ്റെന്തെങ്കിലും വെളിപ്പെടുത്തുന്നതുമായ ജീവികൾ എന്നിവ നമുക്ക് കാണാം. അവകാശവാദങ്ങൾ ഉന്നയിക്കുകയല്ല, അവിശ്വസനീയമായവ നടക്കുമ്പോൾ വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. ആവർത്തിച്ചിട്ടുള്ള എക്സ്പോഷർ, വൈകാരികമായ രീതിയിലുള്ള അവതരണം, വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ എന്നിവ മൂലം മനുഷ്യ മനസ്സിനെ ഏറ്റവും അസാധാരണമായ അവകാശവാദങ്ങൾ പോലും വിശ്വസനീയമായി അംഗീകരിക്കാൻ കഴിയും. മിഥ്യയിൽ നിന്ന് ഇൻ്റർനെറ്റ് യാഥാർത്ഥ്യത്തിലേക്കുള്ള ഭയപ്പെടുത്തുന്ന രാക്ഷസന്മാരുടെ പരിണാമം, മനുഷ്യരല്ലാത്ത ജീവികൾ മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നു എന്ന വിശ്വാസം മനുഷ്യ ചരിത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. എന്നാൽ ഇത് വെറുതെ പ്രതികരിക്കുന്നതിന് പകരം ഞങ്ങൾ ഈ അവകാശവാദങ്ങൾ ശ്രദ്ധയോടെയും ആഴത്തിലും സത്യസന്ധമായും പരിശോധിക്കാൻ പോകുന്നു. രഹസ്യം തള്ളിക്കളയാനല്ല, മറിച്ച് അത് മനസ്സിലാക്കാനാണ്. മനുഷ്യരല്ലാത്ത എന്തോ ഒന്ന് നമുക്കിടയിൽ നടക്കുന്നു എന്ന ആശയം പുതിയതല്ല. ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് വളരെ മുമ്പ് തന്നെ ക്യാമറകൾക്കും ഡിജിറ്റൽ സ്ക്രീനുകൾക്കും മുമ്പ് ആളുകൾ മനുഷ്യരായി വേഷം മാറാൻ കഴിയുന്ന ജീവികളുടെ കഥകൾ പറഞ്ഞു. പുരാതന നാടോടിക്കഥകളിൽ രൂപം മാറുന്നവർ ഉണ്ടായിരുന്നു. ഇഷ്ടാനുസരണം രൂപം മാറ്റാൻ കഴിയുന്ന അമാനുഷിക ജീവികൾ ശരീരങ്ങളിൽ വസിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്ന ആത്മാക്കൾ പെരുമാറ്റത്തിലും സത്വത്തിലും മാറ്റം വരുത്തുന്നതായിരുന്നു. പകുതി മനുഷ്യൻ പകുതി മൃഗം എന്ന് വിശേഷിക്കപ്പെടുന്ന ജീവികൾ ഉണ്ടായിരുന്നു. അവയുടെ നിലനിൽപ്പ് കെട്ടുകഥകളിലൂടെയും ഭയത്തിലൂടെയും വിശദീകരിക്കപ്പെട്ടു. ഈ കഥകൾ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. രൂപഭാവങ്ങൾ എല്ലായ്പ്പോഴും വിശ്വസിക്കാൻ കഴിയില്ല എന്ന ഭയം ആളുകൾക്കുണ്ടായി. അക്കാലത്ത് ആരെങ്കിലും അസാധാരണമായ രീതിയിൽ പെരുമാറുമ്പോൾ, അവരുടെ ആവിഷ്കാരങ്ങൾ അപരിചിതമാണെന്ന് തോന്നുമ്പോഴോ അവരുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ കഴിയാത്തപ്പോഴോ ആളുകൾ ഉത്തരങ്ങൾക്കായി അമാനുഷികതയിലേക്ക് തിരിയുന്നു. പുരാതന നാഗരികതകൾ രൂപഭേദം വരുത്തുന്നവരെക്കുറിച്ചും ആത്മാക്കളെക്കുറിച്ചും മനുഷ്യരൂപം സ്വീകരിക്കാൻ കഴിയുന്ന ജീവികളെക്കുറിച്ചും സംസാരിച്ചു. അജ്ഞാതമായ രോഗം, പെട്ടെന്നുള്ള മരണം അല്ലെങ്കിൽ വിശദീകരിക്കപ്പെടാത്ത പെരുമാറ്റം എന്നിവ വിശദീകരിക്കാൻ ഈ വിവരണങ്ങൾ പലപ്പോഴും ഉപയോഗിച്ചിരുന്നു. ഇന്നത്തെ ലോകത്തിൽ അതേ ഭയങ്ങൾ ഒരു സാങ്കേതിക രൂപം സ്വീകരിച്ചു. സാങ്കല്പിക ജീവികൾക്ക് പകരം നമ്മളിപ്പോൾ ഹ്യൂമനോയിഡുകൾ, ബയോളജിക്കൽ ക്ലോണുകൾ, സിന്തറ്റിക് മനുഷ്യർ എന്നിവയെക്കുറിച്ച് കേൾക്കുന്നു. ശാസ്ത്രീയമായ ധാരണയില്ലാതെ അജ്ഞാതമായത് പലപ്പോഴും പ്രകൃതി ലോകത്തിന് അതീതമായി ഒന്നായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇന്നും ആ സഹജാവബോധം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നു. വ്യത്യാസം എന്തെന്നാൽ ഇപ്പോൾ തലമുറകളിലൂടെ കടന്നുപോകുന്ന കഥകൾക്ക് പകരം നമുക്ക് വളരെ ശക്തമായ ഒന്നുണ്ട്. അതാണ് വീഡിയോ. ഇൻ്റർനെറ്റ് ശക്തമായ ഒരു ആംപ്ലിഫയറായി പ്രവർത്തിക്കുന്നുണ്ട്. തലമുറകളിലൂടെ കടന്നുപോയ പരമ്പരാഗത കെട്ടുകഥകളിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക അവകാശവാദങ്ങൾ തൽക്ഷണം വ്യാപിച്ചു. ഒരു രാജ്യത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ മിനിറ്റുകൾക്കുള്ളിൽ ലോകമെമ്പാടും കാണാൻ കഴിയും. അത്തരം വീഡിയോകൾ പ്ലാറ്റ്ഫോമുകളിലുടനീളം ആവർത്തിക്കുമ്പോൾ പലപ്പോഴും നാടകീയ സംഗീതം, സ്ലോ മോഷൻ റീപ്ലേകൾ, ഹൈലൈറ്റ് ചെയ്ത തെളിവുകൾ എന്നിവ ഉപയോഗിച്ച് അവ വിശ്വാസ്യത സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. നിരവധി വീഡിയോകൾ ഒരേ കാര്യം കാണിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ
യഥാർത്ഥമായ എന്തെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെയാണ് പെർസെപ്ഷൻ സ്ഥിരീകരണത്തെ മാറ്റിസ്ഥാപിക്കാൻ തുടങ്ങുന്നത്. ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരൊറ്റ ക്ലിപ്പിന് മിനിറ്റുകൾക്കുള്ളിൽ ലോകമെമ്പാടും സഞ്ചരിക്കാൻ കഴിയും. ഇത് വീണ്ടും പ്ലേ ചെയ്യാനും മന്ദഗതിയിലാക്കാനും സൂം ഇൻ ചെയ്യാനും അനന്തമായി വിശകലനം ചെയ്യാനും കഴിയും. ആ പ്രക്രിയയിൽ ശ്രദ്ധേയമായ എന്തെങ്കിലും സംഭവിക്കുന്നു. അസാധാരണമായി പലതും കാണാൻ തുടങ്ങുന്നു. ഒരു കണ്ണ് ചിമ്മൽ സംശയാസ്പദമായി തീരുന്നു. ഒരു നിഴൽ പ്രാധാന്യമർഹിക്കുന്നു. ഒരു പ്രതിഫലനം അസ്വസ്ഥത ഉണ്ടാക്കുന്നു. നമ്മൾ കൂടുതൽ നിരീക്ഷിക്കുമ്പോൾ കൂടുതൽ പാറ്റേണുകൾക്കായി തിരയുന്നു. നമ്മൾ കൂടുതൽ തിരയുമ്പോൾ മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കണ്ടെത്തുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആധുനിക ലോകം യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കുന്ന രീതിയെ മാറ്റിമറിച്ചു. ഏറ്റവും നിരന്തരവും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നതുമായ അവകാശവാദങ്ങളിലൊന്ന് സെലിബ്രിറ്റികൾക്ക് പകരം ക്ലോണുകൾ, റോബോട്ടുകൾ അല്ലെങ്കിൽ കൃത്രിമ ഡബിൾസ് എന്നിവ ഉപയോഗിക്കുന്നു എന്നതാണ്. വാദങ്ങൾ പലപ്പോഴും പഴയതും പുതിയതുമായ ദൃശ്യങ്ങൾ താരതമ്യം ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ആധുനിക ലോകം യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കുന്ന രീതിയെ മാറ്റിമറിച്ചു. ഏറ്റവും നിരന്തരവും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നതുമായ അവകാശവാദങ്ങളിലൊന്ന് സെലിബ്രിറ്റികൾക്ക് പകരം ക്ലോണുകൾ, റോബോട്ടുകൾ അല്ലെങ്കിൽ കൃത്രിമ ഡബിൾസ് എന്നിവ ഉപയോഗിക്കുന്നു എന്നതാണ്. വാദങ്ങൾ പലപ്പോഴും പഴയതും പുതിയതുമായ ദൃശ്യങ്ങൾ താരതമ്യം ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. മുഖ സവിശേഷതകളിലോ ശബ്ദസ്വരത്തിലോ പെരുമാറ്റത്തിലോ ഉള്ള വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ വ്യത്യാസങ്ങൾ യഥാർത്ഥ വ്യക്തി പോയി എന്നതിൻ്റെ തെളിവായി അവതരിപ്പിക്കപ്പെടുന്നു. ഉദാഹരണത്തിന്, മൈക്കിൾ ജാക്സൺ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ നമുക്ക് ഇത് യുക്തിസഹമായി പരിശോധിക്കാം. മനുഷ്യർ സ്ഥിരതയുള്ളവരല്ല. കാലക്രമേണ ഓരോ വ്യക്തിയും ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. വാർദ്ധക്യം മുഖത്തിൻ്റെ ഘടനയെ മാറ്റുന്നു. ശരീരഭാരത്തിലെ ഏറ്റക്കുറച്ചിലുകൾ രൂപത്തെ മാറ്റുന്നു. സൗന്ദര്യവർദ്ധക പ്രക്രിയകൾക്ക് സവിശേഷതകളെ നാടകീയമായി പുനരൂപകൽപ്പന ചെയ്യാൻ കഴിയും. ലൈറ്റിംഗ്, ക്യാമറ ആംഗിളുകൾ, ഹൈ ഡെഫിനിഷൻ റെക്കോർഡിംഗ് എന്നിവ ചെറിയ വ്യത്യാസങ്ങൾ പോലും അതിശയോക്തിപരമാക്കാം. കൂടാതെ സമ്മർദ്ദം, പ്രശസ്തി, വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നിവ ഒരു വ്യക്തി പരസ്യമായി എങ്ങനെ സംസാരിക്കുന്നു അല്ലെങ്കിൽ പെരുമാറുന്നു എന്നതിനെ സ്വാധീനിക്കും. വൈറൽ ഉള്ളടക്കത്തിൻ്റെ മറ്റൊരു വിഭാഗം ബോഡി ഗ്ലിച്ചുകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു കണ്ണ് ആവർത്തിച്ച് അടയുകയോ സ്വതന്ത്രമായി നീങ്ങുകയോ അസാധാരണമായി പെരുമാറുകയോ ചെയ്യുന്ന വീഡിയോകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ക്ലിപ്പുകൾ ഇടയ്ക്കിടെ മന്ദഗതിയിലാക്കുകയും സൂം ഇൻ ചെയ്യുകയും അസാധാരണമായി ഊന്നിപ്പറയുന്നതിനായി വീണ്ടും പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. ഇത് റോബോട്ടിക് തകരാറിൻ്റെയോ മറഞ്ഞിരിക്കുന്ന മനുഷ്യേതര ഐഡൻറ്റിറ്റിയുടേയോ തെളിവാണെന്ന് അവകാശവാദത്തോടൊപ്പം, എന്നിരുന്നാലും അത്തരം ദൃശ്യങ്ങൾക്ക് ഒന്നിലധികം ശാസ്ത്രീയവും സാങ്കേതികവുമായ വിശദീകരണങ്ങളുണ്ട്. പിന്നെ വ്യക്തികളുടെ പെരുമാറ്റം പെട്ടെന്ന് നാടകീയമായി വിശദീകരിക്കാനാവാത്ത വിധത്തിൽ മാറുന്നു. അവരുടെ ശബ്ദങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഭാവങ്ങൾ തീവ്രവും അപരിചിതവുമായി തീരുന്നു. പല സംസ്കാരങ്ങളിലും അത്തരം അനുഭവങ്ങൾ ആത്മീയമോ അമാനുഷികമോ ആണെന്ന് മനസ്സിലാക്കപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ ആന്തരിക വെല്ലുവിളികളോടെ ശക്തവും പ്രവചനാതീതവുമായ രീതിയിൽ മനസ്സ് പ്രതികരിക്കുന്നതായിരിക്കാം. ഒരു വ്യക്തിയുടെ പ്രതിഫലനം അവരുടെ യഥാർത്ഥ ചലനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുന്നു എന്ന ആശയത്തേക്കാൾ അസ്വസ്ഥതയുണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത്തരം പ്രതിഭാസങ്ങൾ അവകാശപ്പെടുന്ന വീഡിയോകൾ
പലപ്പോഴും മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ നിഷേധിക്കാനാവാത്ത തെളിവായി അവതരിപ്പിക്കപ്പെടുന്നു. വിശദീകരിക്കാൻ ഏതാണ്ട് അസാധ്യമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഒരു വ്യക്തി നീങ്ങുന്നു. പ്രതിഫലനം വൈകുന്നതായി തോന്നുന്നു. ഒരു ആംഗ്യം അപ്പോഴും അല്പം സമന്വയം ഇല്ലാത്തതായി കാണപ്പെടുന്നു. ഒരു ഹ്രസ്വ നിമിഷത്തിലേക്ക് പ്രതിഫലനത്തിന് അതിൻ്റേതായ ഇച്ഛാശക്തി ഉണ്ടെന്ന് തോന്നുന്നു. നമ്മോടൊപ്പം നിലനിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന അസ്വസ്ഥത സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണിവ. ഇതുപോലുള്ള നെഗറ്റീവ് വൈബ് ഉള്ള സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലും നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കാം. അസ്വസ്ഥതപ്പെടുത്തുന്ന മറ്റൊരു വിഭാഗത്തിൽ മനുഷ്യനെപ്പോലുള്ള മുഖ സവിശേഷതകളുള്ള മൃഗങ്ങൾ ഉൾപ്പെടുന്നു. കുതിരകൾ, ആടുകൾ അല്ലെങ്കിൽ മനുഷ്യമുഖങ്ങളുമായി സാമ്യമുള്ള ഭാവങ്ങളുള്ള മറ്റു ജീവികൾ. ഈ ചിത്രങ്ങൾ പലപ്പോഴും അസ്വാഭാവിക പരീക്ഷണങ്ങളോ മറഞ്ഞിരിക്കുന്ന ജൈവ കൃത്രിമത്വമോ സൂചിപ്പിക്കുന്നതാണ്. അത്തരം രൂപങ്ങൾ അപൂർവ ജനിതക അവസ്ഥകൾ, സ്വാഭാവിക വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ കോണും കാഴ്ചപ്പാടും എന്നിവയിൽ നിന്ന് ഉണ്ടാകാനും സാധ്യതയുണ്ട്. മനുഷ്യൻ്റെ ബ്രെയിനിന് പാരിഡോളിയ എന്ന ഒരു പ്രവണതയുണ്ട്. അവിടെ അത് പരിചിതമായ പാറ്റേണുകൾ, പ്രത്യേകിച്ച് മുഖങ്ങൾ, ക്രമരഹിതമോ ബന്ധമില്ലാത്തതോ ആയ വസ്തുക്കളിൽ കാണുന്നു. മേഘങ്ങളിൽ ആകൃതികളോ നിഴലുകളിൽ മുഖങ്ങളോ കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അതേ പ്രതിഭാസമാണിത്. ഈ വ്യാപനത്തിൽ സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഭയം, ഞെട്ടൽ, ജിജ്ഞാസ മുതലായ ശക്തമായ വൈകാരിക പ്രതികരണങ്ങളെ പ്രേരിപ്പിക്കുന്ന ഉള്ളടക്കം പ്രോത്സാഹിപ്പിക്കാനും പങ്കിടാനും കൂടുതൽ സാധ്യതയുണ്ട്. തൽഫലമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഉള്ളടക്കത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും വലിയ പ്രേക്ഷകരിലേക്ക് എത്താൻ കഴിയും. ഈ ആശയങ്ങൾ ആകർഷണം നേടുന്നത് എന്തുകൊണ്ടാണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ മനുഷ്യ മനഃശാസ്ത്രത്തിലേക്ക് നോക്കണം. നമുക്ക് ഭയത്തെ ധാരണയുമായും ഊഹങ്ങളെ തെളിവുകളുമായും ആശയക്കുഴപ്പത്തെ വ്യക്തിത്വവുമായും മാറ്റിസ്ഥാപിക്കാം. കാരണം വിവരങ്ങൾ നിറഞ്ഞ ഒരു ലോകത്ത് അവബോധം കേവലം പ്രധാനമല്ല, അത് അത്യാവശ്യമാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻ്റായി ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിന് ലഭിച്ച സപ്പോർട്ടിന് നന്ദി.